Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സസ്പെൻഡ്. സസ്പെൻഡ് എന്നാൽ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുക. ഇവിടെ എഴുതാത്ത ഒരു വാക്കുണ്ട്. സാധാരണയായി പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വാസ് സസ്പെൻഡ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഓവർ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്നാൽ അശ്രദ്ധ, അവജ്ഞ, അവഗണന, ഇതൊക്കെയാണ് അർത്ഥം. വീഴ്ച വരുത്തൽ. ഇൻ വയനാട് ട്രൈബൽ ഹട്ട് ഡെമൊളിഷൻ. ഡെമൊളിഷൻ എന്നാൽ അർത്ഥം തകർക്കൽ, നശിപ്പിക്കൽ, ഉന്മൂലനം ചെയ്യൽ, ഇതൊക്കെയാണ് അർത്ഥം. ട്രൈബൽ എന്നാൽ ഇവിടെ ആദിവാസികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹട്ട് എന്നാൽ കുടിൽ. ഹട്ട് എന്നതിന് മറ്റൊരർത്ഥം ചെറ്റപ്പുര, ഷെഡ്, ഇതൊക്കെയാണ് അർത്ഥം. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഓവർ നെഗ്ലിജൻസ് ഇൻ വയനാട് ട്രൈബൽ ഹട്ട് ഡെമൊളിഷൻ. അതായത് ആദിവാസികളുടെ കുടിൽ അത് നശിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട്, ആ കുടിൽ തകർക്കലുമായി ബന്ധപ്പെട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ ഉപേക്ഷ, അതിൽ വീഴ്ച വരുത്തൽ. ഇൻ വയനാട്ടിലാണ് സംഭവം. അതുമായി ബന്ധപ്പെട്ട്, ഈ കുടിൽ പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. കൽപ്പറ്റ. സ്ട്രിക്റ്റ് ആക്ഷൻ. സ്ട്രിക്റ്റ് എന്നാൽ അർത്ഥം കർശനമായ എന്നാണ് അർത്ഥം. സ്ട്രിക്റ്റ് ആക്ഷൻ, കർശനമായ നടപടി. ഹാസ് ബീൻ ടേക്കൺ, എടുത്തു. കർശനമായ നടപടി എടുത്തു. ഇൻ ദ ഷോക്കിംഗ് ഇൻസിഡൻറ്റ്, ഈ ഞെട്ടിത്തരിപ്പിക്കുന്ന സംഭവം എന്നാണ് അർത്ഥം. ഇൻസിഡൻ്റ് എന്നാൽ സംഭവം. ഈ ഞെട്ടിത്തരിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ കർശനമായിട്ടുള്ള നടപടിയെടുത്തു. ഇൻ ദ ഷോക്കിംഗ് ഇൻസിഡൻറ്റ് ഓഫ് ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥരുടെ ഞെട്ടിത്തരിപ്പിക്കുന്ന സംഭവം. എന്താണ് ആ സംഭവം? ഡിമോളിഷിംഗ് ട്രൈബൽസ് ഹട്ട്സ്. ഡിമോളിഷിംഗ് എന്നാൽ ഇടിച്ചു പൊളിക്കൽ, നശിപ്പിക്കൽ. ട്രൈബൽ ഹട്ട്സ്, ആദിവാസികളുടെ കുടിൽ ഉദ്യോഗസ്ഥർ തകർക്കുക. ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ്, അതിനെതിരെ കർശനമായ നടപടിയെടുത്തു. എവിടെയാണ് സംഭവം? ഇൻ ദ കൊല്ലിമൂല റീജിയൺ ഓഫ് നെന്മനി വില്ലേജ് ഇൻ വയനാട്. വയനാടിലെ ഈ നെന്മനി എന്നു പേരുള്ള ഈ പ്രദേശത്തെ, ഈ ഗ്രാമത്തിലാണ്, ഈ വില്ലേജിലാണ് സംഭവം. ഉദ്യോഗസ്ഥർ ആദിവാസികളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റി. ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ്, കർശനമായിട്ടുള്ള നടപടിയെടുത്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കൃഷ്ണൻ ഹാസ് ബീൻ സസ്പെൻഡ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള പി കൃഷ്ണനെ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് പിരിച്ചുവിട്ടു. ദ റിപ്പോർട്ട് സ്റ്റേറ്റ്സ്. റിപ്പോർട്ട് പറയുന്നത് ദാറ്റ് ദ ഹട്ട്സ് ഓഫ് ട്രൈബൽ ഫാമിലീസ്, ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകൾ, വേർ ഡെമോളിഷ്ഡ്, അത് തകർക്കപ്പെട്ടു. വിത്തൗട്ട് ഡ്യൂ ഡിലിജൻസ്. ഡിലിജൻസ് എന്നാൽ അർത്ഥം ജാഗ്രത, ശ്രദ്ധ, ഇതൊക്കെയാണ് അർത്ഥം. ഡ്യൂ ഡിലിജൻസ്, ഇതിനർത്ഥം കൃത്യമായ ശ്രദ്ധ എന്നാണ് അർത്ഥം. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ. വിത്തൗട്ട് ഡ്യൂ ഡിലിജൻസ്, കൃത്യമായ ശ്രദ്ധയില്ലാതെ, ശരിക്ക് ശ്രദ്ധയില്ലാതെ എന്താണ്, ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകൾ തകർക്കപ്പെട്ടു. ഇതാണ് റിപ്പോർട്ട് പറയുന്നത്. ദ പ്രൊംപ്റ്റ് ആക്ഷൻ, ഈ കർശനമായ നടപടി വന്നു. ഈ കർശനമായ നടപടി വന്നു ആഫ്റ്റർ ദ ഇൻ്റർവെൻഷൻ ഓഫ് ഫോറസ്റ്റ് മിനിസ്റ്റർ. ഇൻ്റർവെൻഷൻ എന്നാൽ ഇടപെടൽ. വനമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന്, അതിനെ തുടർന്ന് എന്താണ്, കർശനമായിട്ടുള്ള നടപടി വന്നു. അതിനെ തുടർന്നാണ് ഈ കർശനമായിട്ടുള്ള നടപടി എടുത്തത്. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡെമോളിഷ്ഡ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡെമോളിഷ്ഡ്, പൊളിച്ചു. 3 ഹട്ട്സ്, 3 കുടിലുകൾ. ഇൻ ദ കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെൻറ്റ് അജയ്സൻറ്റ്. അജയ്സൻറ്റ് എന്നാൽ തൊട്ട് കിടക്കുന്ന എന്നാണ് അർത്ഥം, അടുത്തുള്ള. അജയ്സൻറ്റ് ടു ദ ബേഗൂർ ഫോറസ്റ്റ് ഇൻ ദ തോൽപ്പെട്ടി റേഞ്ച് ഓഫ് തിരുനെൽവേലി പഞ്ചായത്ത്. ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തിന് അടുത്തു കിടക്കുന്ന കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെൻറ്റ്, ഈ സ്ഥലത്ത്
ഉള്ള 3 കുടിലുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൊളിച്ചു. ദി ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. ഈ സംഭവം സംഭവിച്ചത് അറ്റ് 7:45 PM. രാത്രി 7:45 മണി സമയത്ത് രാത്രി ആണ് ഈ സംഭവം സംഭവിച്ചത്. ഇൻ എൻ ഏരിയ, ഒരു പ്രദേശത്ത്, വേർ, അവിടെ, ആ പ്രദേശത്ത്, വൈൽഡ് എലിഫൻസ്, കാട്ടാനകൾ, റോം എന്നാൽ അലഞ്ഞു തിരിയുക എന്നാണ് അർത്ഥം, ചുറ്റിത്തിരിയുക. ഈവൻ ഇൻ ബ്രോഡ് ഡേ ലൈറ്റ് എന്നാൽ പട്ടാപകൽ സമയം എന്നാണ് അർത്ഥം. ഈ പറഞ്ഞിട്ടുള്ള ഈ സംഭവം നടന്നിട്ടുള്ള ഈ പ്രദേശത്ത് എന്താണ്, കാട്ടാനകൾ പട്ടാപകൽ സമയത്ത് പോലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്, അവിടെ ചുറ്റിത്തിരിയാറുണ്ട്. ഇവിടെ ഈ സംഭവം സംഭവിച്ചത് രാത്രി 7:45 മണി സമയത്താണ്. ലാസ്റ്റ് നൈറ്റ് എന്നാൽ ഇന്നലെ രാത്രി എന്നാണ് അർത്ഥം. ഇന്നലെ രാത്രി 7:45 മണി സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. അവിടെ കാട്ടാനകൾ പട്ടാപകൽ സമയത്ത് പോലും റോന്തു ചുറ്റാറുണ്ട്. ദ ഫാമിലി കൺസിസ്റ്റിംഗ് എന്നാൽ ഉൾക്കൊള്ളുന്ന, അടങ്ങിയ, ഇതൊക്കെയാണ് അർത്ഥം. ദ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് പ്രഗ്നൻറ്റ് വിമൻ എന്നാൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ എന്നാണ് അർത്ഥം. ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ തകർക്കപ്പെട്ടവരുടെ കുടുംബത്തിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. കൺസിസ്റ്റിംഗ് എന്നാൽ ഉൾക്കൊള്ളുന്ന, അടങ്ങിയ. ആൻഡ് ചിൽഡ്രൻ, കുട്ടികളും. ഈ കുട്ടികളും അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും അടങ്ങുന്നതാണ് ഈ കുടുംബം. ഹാഡ് ടു സ്റ്റേ ഇൻ ദ ഫോറസ്റ്റ്. ഹാഡ് ടു എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു എന്നാണ് അർത്ഥം. ഹാഡ് ടു സ്റ്റേ താമസിക്കേണ്ടി വന്നു. സ്റ്റേ എന്നാൽ താമസിക്കുക, തങ്ങുക. ഹാഡ് ടു സ്റ്റേ തങ്ങേണ്ടി വന്നു. ഇൻ ദ ഫോറസ്റ്റ്, വനത്തിൽ. അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ കുട്ടികൾ. അവർക്കൊക്കെ വനത്തിൽ താമസിക്കേണ്ടി വന്നു, തങ്ങേണ്ടി വന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഡെമോളിഷ്ഡ് പൊളിച്ചു മാറ്റി ദ ഹട്ട്സ് കുടിലുകൾ വിത്തൗട്ട് വാണിംഗ് മുന്നറിയിപ്പില്ല. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, വാണിംഗ് എന്നാൽ മുന്നറിയിപ്പ് ഇല്ലാതെ, താക്കീത് ഇല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ കുടിലുകൾ പൊളിച്ചു മാറ്റി. ദ ഫുഡ് കണ്ടെയ്നേഴ്സ് were ഓൾസോ ത്രോൺ അവേ. കണ്ടെയ്നർ എന്നാൽ ഇവിടെ പാത്രം എന്നുള്ള അർത്ഥമാണ്. ഭക്ഷണം സൂക്ഷിച്ചിട്ടുള്ള, ഭക്ഷണം ഉള്ള ആ പാത്രങ്ങളും എറിയപ്പെട്ടു. ആ പാത്രങ്ങളും എറിഞ്ഞു. ഭക്ഷണം അടങ്ങിയിട്ടുള്ള പാത്രങ്ങളും എറിഞ്ഞു. ദ ആദിവാസീസ് റെസിസ്റ്റഡ്. ദ ഒഫീഷ്യൽ ഡിഡ് നോട്ട് ഈൽഡ്. എന്നാൽ എങ്കിലും എന്നാണ് അർത്ഥം. ഈൽഡ് എന്നാൽ ഉപേക്ഷിക്കുക, കീഴടങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. വഴങ്ങുക. ദ ആദിവാസീസ് റെസിസ്റ്റഡ്. ആദിവാസികൾ പ്രതിരോധിച്ചു, എങ്കിലും ദ ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് ഈൽഡ്. പക്ഷേ എങ്കിലും ആ ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. ഉപേക്ഷിച്ചില്ല. അവരുടെ കുടിലുകൾ പൊളിച്ചു മാറ്റുക എന്നുള്ള പ്രവർത്തനത്തിൽ നിന്നും അവർ വിട്ടുമാറിയില്ല. ആദിവാസികൾ പ്രതിരോധിച്ചു എങ്കിലും. കോൺഗ്രസ് ലെഡ് ബൈ ടി സിദ്ദീഖ്. കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായിട്ടുള്ള ടി സിദ്ദീഖ്, അദ്ദേഹം സ്റ്റേജ് ഡേ പ്രൊട്ടസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റേജ് ഡേ പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം നടത്തി. ഇൻ ഫ്രണ്ട് ഓഫ് ദ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസ്. ഈ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുമ്പിലായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു പ്രതിഷേധം നടത്തി. മൊബിലൈസിങ് ആദിവാസീസ് ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ്. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. എഗെയിൻസ്റ്റ് ദി ഇൻസിഡൻറ്റ്, സംഭവത്തിന് എതിരായിട്ട്. മൊബിലൈസിങ് എന്നാൽ ഒരുമിച്ച് കൂട്ടൽ. ആദിവാസികളെ ഒരുമിച്ച് കൂട്ടിയ, ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിന് എതിരായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആദിവാസികൾ ഒരുമിച്ച് കൂടി, അവരെ ഒരുമിച്ച് കൂട്ടി. ഈ ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഈ പറഞ്ഞ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിൻ്റെ മുമ്പിലായിട്ട്. പി കെ ജയലക്ഷ്മി, എൻ കെ വർഗീസ്, ടി അഷ്റഫ്, എം നിഷാന്ത്, ഹാരിസ് കട്ടിക്കുളം, അസീസ് വാലാട്, എം ജി ബിജു, റഫീഖ് വളാഞ്ചേരി, നൗഷാദ് ഇഞ്ചായ് തോൽപ്പെട്ടി, ഷംസീർ അരൻപാറ ആൻഡ് അതേഴ്സ് ലെഡ് ദ പ്രൊട്ടസ്റ്റ്. ലീഡ് എന്നാൽ നയിക്കുക എന്നാണ് അർത്ഥം. ലെഡ് എന്നാൽ നയിച്ചു. ഈ പറഞ്ഞിട്ടുള്ള ആളുകളും ആൻഡ് അതേഴ്സ് മറ്റുള്ളവരും ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു. ഇൻ എ ഡിസ്കഷൻ എന്നാൽ ചർച്ച, ഒരു ചർച്ചയിൽ
വിത്ത് ദ DFOയുമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയിൽ ദി ആദിവാസീസ് വേർ ഷിഫ്റ്റഡ്, ആദിവാസികളെ മാറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർമിറ്ററിയിലേക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോർമിറ്ററി, ഈ പറഞ്ഞ ഈ ഡോർമിറ്ററിയിലേക്ക് എന്താണ് ഈ ആദിവാസികളെ മാറ്റി. ഈ പറഞ്ഞിട്ടുള്ള ചർച്ചയെ തുടർന്ന് ഈ DFOയുമായിട്ടൊരു ചർച്ച നടത്തി. അങ്ങനെ അതിനെ തുടർന്ന് എന്താണ് ഈ ആദിവാസികളെ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോർമിറ്ററിയിലേക്ക് മാറ്റി. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെഡ്, വനവകുപ്പ് പറഞ്ഞു ദാറ്റ് ദ ഡെമോളിഷ്ഡ് ഹൗസസ് വിൽ ബി റീബിൽഡ്. ഡിമോളിഷ്ഡ് എന്നാൽ തകർക്കപ്പെട്ട, ഡിമോളിഷ്ഡ് ഹൗസസ് തകർക്കപ്പെട്ട വീടുകൾ, റീബിൽഡ് എന്നതിൻ്റെ പാസ്റ്റാണ് റീബിൽഡ്. റീബിൽഡ് എന്നാൽ പൊളിച്ചു പണിയുക, വീണ്ടും പണിയുക, ഇതൊക്കെയാണ് അർത്ഥം. പുനർനിർമ്മാണം നടത്തുക. ഡിമോളിഷ്ഡ് ഹൗസസ് വിൽ ബി റീബിൽഡ്, ഈ തകർക്കപ്പെട്ടിട്ടുള്ള പൊളിച്ചു മാറ്റപ്പെട്ട വീടുകൾ അത് പുനർനിർമ്മാണം നടത്തും എന്ന് എന്താണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഈ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള വീടുകൾ അത് പുനർനിർമ്മാണം നടത്തും. ഡിമോളിഷ്ഡ് ഹൗസസ് വിൽ ബി റീബിൽഡ്, തകർക്കപ്പെട്ട വീടുകൾ പുനർനിർമ്മിക്കപ്പെടും.